കഴിഞ്ഞ 4-ാം തീയതിയാണ് ഇൻഷിയാസ് ഉൾപ്പെടുന്ന 28-അംഗ സംഘം ജമ്മുകാശ്മീരിലേക്ക് വിനോദയാത്ര പോയത്. ആദ്യ ദിവസം ശ്രീനഗറിലെയും പരിസരങ്ങളിലെയും ചില കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. പിന്നീട് കനത്ത മഴയിൽ ശ്രീനഗർ മുങ്ങിയതിനാൽ സൈന്യം ഇവരോട് ഹോട്ടലിന് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ബിൽഡിംഗ് നടക്കുന്നതുകൊണ്ട് കുറേ സാധനങ്ങൾ ഇരുമ്പിൻ്റെ ഇതൊക്കെ ഉണ്ട്. അത് നേരെ ഓരോ മതിലിൻ്റെ ലെവലും ഫസ്റ്റ് ഫ്ലോറും ഏകദേശം റെഡി ഇനി. അപ്പോൾ അത് നേരെ അവിടേക്ക് ഇരുമ്പിൻ്റെ ഇരുമ്പ് പാലം മാതിരി ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ പാലത്തിന് അങ്ങോട്ട് ഓരോ കുട്ടികളെയും ലഗേജൊക്കെ എടുത്തിട്ട് നേരെ അപ്പുറത്തൊരു ലോറി നിർത്തിയിട്ട് അതിൻ്റെ മേലേക്ക് ലഗേജൊക്കെ വെച്ചിട്ട് അങ്ങനെ ബസ്സിലേക്ക് കയറിയിട്ടാണ് പോകുന്നത്. സൈന്യവും പോലീസും നാട്ടുകാരും പരമാവധി സഹായം ചെയ്തതായി ഇൻഷിയാസ് പറഞ്ഞു. പക്ഷേ വിമാന കമ്പനി മാത്രം സാഹചര്യം മുതലെടുത്തു. അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ നമ്മളവിടെ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മളങ്ങനെ ബോർഡിങ് എടുത്ത് കയറി നോക്കിയപ്പോൾ ഫ്ലൈറ്റ് തന്നെ ഏകദേശം അവർ ആ സമയത്ത് എന്തോന്ന് അറിയില്ല കുറച്ച് ബുദ്ധിമുട്ടിച്ച്. നാട്ടിൽ തിരിച്ചെത്തിയതറിഞ്ഞ് ഇൻഷിയാസിന്റെ ഫോണിലേക്ക് നിരവധി കോളുകളാണ് വരുന്നത്. കാശ്മീരിൽ കുടുങ്ങിക്കിടക്കുന്ന ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വിവരമന്വേഷിച്ചാണ് ഭൂരിഭാഗം വിളികളും. ജയേഷ് രാഘവൻ, മീഡിയ 1 കോഴിക്കോട്.